തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ കേരളം സുപ്രീം കോടതിയിലേക്ക്. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം. ഇപ്പോൾ വിവരങ്ങളുമായി മാനസ ചേരുന്നു. മാനസ, നേരത്തെ തന്നെ ഇത്തരത്തിൽ തീരുമാനം വിവിധ രാഷ്ട്രീയ കക്ഷികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചതാണ്. ഇതാ സർവകക്ഷി യോഗത്തിൽ നിർണായകമായ തീരുമാനം സുപ്രീം കോടതിയിലേക്ക് നിയമ പോരാട്ടത്തിന്. എന്തൊക്കെ വിവരങ്ങൾ? തീർച്ചയായും അഭിഷാദ്, ഈ SIR നടപ്പാക്കുന്നതിനെതിരെ സംസ്ഥാന സർക്കാർ നിയമപരമായി ചോദ്യം ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നതാണ് സർവകക്ഷി യോഗത്തിൽ ഉണ്ടായ തീരുമാനത്തിൽ പറയുന്നത്. കേരളത്തിൽ വോട്ടർ പട്ടികയുടെ തീവ്ര പരിശോധന നടപ്പാക്കുന്നത് നിയമപരമായി ചോദ്യം ചെയ്യും, സുപ്രീം കോടതിയെ സമീപിക്കും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. യോഗത്തിൽ BJP ഒഴികെയുള്ള എല്ലാ കക്ഷികളും സർക്കാർ തീരുമാനത്തിന് പിന്തുണയും അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ SIR ചോദ്യം ചെയ്യാനുള്ള നിയമോപദേശം സർക്കാർ എന്ന നിലയിലും രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലും തേടുമെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ അറിയിച്ചിരുന്നു. അതിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പുതുക്കിയ വോട്ടർ പട്ടിക നിലവിലിരിക്കുകയാണ്. 2002 പട്ടിക അടിസ്ഥാനമാക്കി SIR നടപ്പാക്കാനുള്ള നീക്കം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കുന്നത്. ആ ഒരു തീരുമാനം അശാസ്ത്രീയവും അതോടൊപ്പം തന്നെ ദുരുദ്ദേശപരവുമാണെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും ഇത് നിയമസഭ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയിരുന്നു. ഇതിനെതിരെ ഒരുപോലെയുള്ള നിലപാടാണ് പ്രതിപക്ഷമാണെങ്കിലും ഭരണപക്ഷമാണെങ്കിലും സ്വീകരിച്ചത്. ഈ ഒരു ആശങ്കയും ഉത്കണ്ഠയും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും രാഷ്ട്രീയകാര്യ യോഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അല്ലെങ്കിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ അറിയിച്ചിരുന്നു. ആ ഒരു ഘട്ടത്തിൽ ഈ ഒരു അഭിപ്രായങ്ങൾ പോലും മാനിക്കാതെയാണ് ധൃതി പിടിച്ച് കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇത് തീർച്ചയായും ആശങ്ക ഉളവാക്കുന്നതും ജനങ്ങൾക്ക് സംശയം ഉണ്ടാക്കുന്ന രീതിയിൽ BJP ഒഴികെയുള്ള എല്ലാ പാർട്ടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവൃത്തിക്കെതിരെയാണ് സർവകക്ഷി യോഗത്തിൽ നിലപാടെടുത്തത്, അല്ലേ മാനസ? തീർച്ചയായും അഭിഷാദ്, അങ്ങനെ തന്നെയുള്ള തീരുമാനത്തിലേക്കാണ് പോയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തിരുന്നു. പ്രതിപക്ഷ നേതാവ് ഈ ഒരു തീരുമാനവുമായി സഹകരിക്കുമെന്ന് തന്നെയാണ് അറിയിച്ചത്. അതായത് 2002 തെരഞ്ഞെടുപ്പ് പട്ടിക ആധാരമാക്കി വോട്ടർ പട്ടിക പരിഷ്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ നിരവധിയാണ്. SIR പ്രത്യേക ഉദ്ദേശത്തോടെ നടപ്പാക്കുന്നതാണ്, ആശങ്കകൾ പലതായി സൃഷ്ടിക്കുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് രാഷ്ട്രീയ പാർട്ടികൾ പങ്കുവച്ചത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പങ്കുവച്ച ഉത്കണ്ഠയോട് പൂർണ്ണമായും യോജിക്കുന്നുവെന്ന്, അതോടൊപ്പം തന്നെ കോടതിയിൽ പോവുകയാണെങ്കിൽ കേസിൽ കക്ഷി ചേരാൻ പ്രതിപക്ഷവും തയ്യാറാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ നടപടിയാണ് ഇത്. ഇതിനെതിരെ ഉള്ള അഭിപ്രായം രേഖപ്പെടുത്തുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിരുന്നു. ഈ യോഗത്തിൽ എല്ലാ നേതാക്കളും തന്നെ പങ്കെടുത്തു. ഈ ഒരു തീരുമാനത്തിൽ ഒരു ഐക്യപരമായ തീരുമാനത്തിൽ കൈക്കൊണ്ടു എന്ന് തന്നെയാണ്, ആ തീരുമാനത്തോടൊപ്പം യോജിക്കുന്നു എന്ന് തന്നെയാണ് എല്ലാ കക്ഷി നേതാക്കളും അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട നിയമപരമായി ചോദ്യം ചെയ്യാൻ തന്നെയാണ് തീരുമാനം എന്ന് തന്നെയാണ് യോഗത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. മാനസയാണ് സർവകക്ഷി യോഗത്തിന്റെ തീരുമാനങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകിയത്.